വട്ടിയൂർക്കാവ് MLA ആയിരുന്ന കെ മുരളീധരൻ വടകരയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ, അതായത് 2011-ലും 2016-ലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച കെ മുരളീധരൻ വടകരയിലേക്ക് 2019-ൽ പോയില്ലായിരുന്നുവെങ്കിൽ VK പ്രശാന്ത് ഒരിക്കലും വട്ടിയൂർക്കാവ് MLA ആകാനേ പോകുന്നില്ല. മറ്റെവിടെയെങ്കിലും നിന്ന് MLA ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ഉള്ളിടത്തോളം കാലം, മത്സരിക്കുന്നിടത്തോളം കാലം അതിനൊരു സാധ്യതയില്ലായിരുന്നു. എന്നാൽ വടകരയിലെ വിജയത്തിന് ശേഷം വട്ടിയൂർക്കാവ് ഒഴിഞ്ഞ് വന്നപ്പോഴാണ് മേയർ ബ്രോ എന്ന രീതിയിൽ വലിയ PR വർക്കിൻ്റെ അകമ്പടിയോടെ VK പ്രശാന്ത് ആ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ചതും നഗരപരിധിയിൽ വരുന്ന 22 വാർഡുകൾ ചേരുന്നതാണ് വട്ടിയൂർക്കാവ് എന്നതുകൊണ്ട് തന്നെ മേയറായിരുന്ന പ്രശാന്ത് എന്ന രീതിയിൽ തന്നെ വട്ടിയൂർക്കാവിൽ പല കാര്യങ്ങളിലും ഉദ്ഘാടനത്തിനും അതുപോലെ ജനങ്ങളുടെ പരിപാടികളിലും ചെന്നതുകൊണ്ടും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. അദ്ദേഹം MLA ആയി. കെ മുരളീധരനെ ഇതുപോലെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ, പന്ത് തട്ടിക്കളിക്കുന്ന പോലെ തട്ടിക്കളിക്കാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു ഡയലോഗാണ് പത്മജ പറയുന്നത്. പത്മജയ്ക്ക് കൃത്യമായും ഇത്രയേ ഉള്ളൂ ഡിമാൻഡ്. അവർ പറയുന്ന തനിക്ക് രാഷ്ട്രീയപരമായി കോൺഗ്രസിൽ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കെ മുരളീധരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വളരെയേറെ പറയാനുണ്ട്. പല നേതാക്കളുടെയും സങ്കുചിത ചിന്താഗതിയാണ് ഇതിന് കാരണം. എല്ലാവരും കെ മുരളീധരൻ്റെ നെഞ്ചത്തോട്ട് കയറുകയാണെന്നും ഇത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതും പത്മജ പറയുന്നു. പല നേതാക്കന്മാർക്കും സ്വന്തം മണ്ഡലം മാറി മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും താല്പര്യമില്ലാത്ത കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും മാറി മാറി വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് കെ മുരളീധരൻ എന്ന് കൃത്യമായി പറയുകയാണ്. നമുക്കറിയാം, നേരത്തെ ജോ ജോസഫ് എന്ന തൃക്കാക്കരയിൽ പരാജിതനായ സ്ഥാനാർത്ഥി അദ്ദേഹം കുറിച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ കെ മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായി എഴുതി കൊടുത്തത് AKG സെന്ററിലെ ക്യാപ്സ്യൂളാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നതാണ് പത്മജ തുറന്നു പറയുന്നത്. കാരണം ജോ ജോസഫ് പറഞ്ഞ ആ വാക്കുകൾ അതൊരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലുള്ള സമീപനമായിരുന്നു. ജോ ജോസഫിനെ എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. തൃക്കാക്കരയിൽ ജോ ജോസഫിനെ ആക്കിയതുപോലെ തന്നെയാണ് കോൺഗ്രസ് വിട്ടുവന്ന സരിനെ പിടിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതുകൊണ്ട് തന്നെയായിരുന്നു നിലമ്പൂരിൽ CPIM ഇനി ഏതെങ്കിലും ഡോക്ടർമാരെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്, UDFന് മേൽക്കൈയുണ്ട്. ആ മേൽക്കൈയെ നശിപ്പിച്ച് കളയാൻ UDFുകാർ തന്നെ ശ്രമിക്കുകയാണ്. അത് ശരിയായ ഒരു രീതിയല്ല. ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമുണ്ട്. ഏതായാലും പത്മജ തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഡയലോഗ് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്.